മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മെബു ഭയങ്കര ഇമോഷണലി ഭയങ്കര രസമായിട്ടാണ് പാടിയത്. സൂപ്പർ ആയിരുന്നു മെബു. താങ്ക് യു. എല്ലാരെയും ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി മെബു. ചോദിക്കാം? ഓക്കെ. ശരത് സർ. മോനെ, എന്താ സർ? ബ്യൂട്ടിഫുൾ സോങ്. പക്ഷെ ഇത് കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ്. അതെ, ഇത് കേട്ട് സന്തോഷിക്കാനൊക്കത്തില്ല. കാര്യം ഇത് നല്ലതുമാണ്, എന്നാൽ നമുക്കതൊരു വേറൊരു രീതിയിലാണ് നമ്മുടെ മനസ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഈ പാട്ട്. അത് ഷാബാസ് ഒരു നല്ല ഒരു ചക്കര കമ്പോസറാണ്. എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അസാധ്യമായിട്ട് പാടുകയും ചെയ്യും. പിന്നെ നമ്മുടെ റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ അതൊരു രാക്ഷസനാണ്. അതേപ്പറ്റി മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. കുറേ സന്തോഷം നമ്മുടെ റഫീഖ് അണ്ണാച്ചിയുടെ പാട്ട് എടുത്തുകൊണ്ട് വന്നതിനും ഷബാസിൻ്റെ പാട്ട് എടുത്തുകൊണ്ട് വന്നതിനും പിന്നെ നമുക്ക് പാടിയിരിക്കുന്ന ഉണ്ണിമേനനാണ്. അപ്പോൾ അണ്ണാച്ചിയുടെ പാട്ട് എടുത്തുകൊണ്ട് വന്നതിലും കുറേ സന്തോഷം. അപ്പോൾ നന്നായിട്ട് പാടിയത്. കാര്യം നമുക്കൊക്കെ ഒരു മനസ്സിലൊരു വിങ്ങലും ഒരു വിറങ്ങലിച്ച അവസ്ഥയായിരുന്നു. കാര്യം ഒന്നാമത് ആദ്യത്തെ 2 ലൈനൊന്ന് പറഞ്ഞേ മോൻ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അതൊരു ഒടുക്കത്തെ റിക്വസ്റ്റാ അത്. അത് ഒരു മൂഡ് ആലോചിച്ച് നോക്ക്.
ഞാൻ ആ മരണം എന്നെ കൊണ്ട് കവർന്ന് കൊണ്ടുപോകുന്ന സമയം എൻ്റെ അടുത്ത് നീ ഇരിക്കണേ എന്ന് പറയുന്നതിലൊരു വല്ലാത്ത ആഴമുണ്ട് മോനെ. ഈ പാട്ടിന് മൊത്തം ആ 2 ലൈനിൽ മതി. പിന്നെ എല്ലാം അങ്ങോട്ട് കിടക്കുന്നു, പിന്നെ ഒരു നിവൃത്തിയില്ല. ബ്യൂട്ടിഫുൾ. നന്നായിട്ട് പാടി. പിന്നെ ചില ഏരിയകളെ കുറിച്ച് ശ്രുതി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കുള്ള ഒരു സംശയം, നിന്റെ ഗന്ധം അത് കണക്ട് ഒന്ന് നന്നാക്കാമോ മോനെ? ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ മരണമെത്തുന്നു. ഈ ഒരു സോഫ്റ്റ് അവസ്ഥ ഉണ്ടായില്ല മോനെ. അതല്ലേ ഉള്ളു. പിന്നെ ദീപാന്നുണ്ടോ? 2 ഉണ്ട്. ആ, ഏതാണ് 2? പിന്നെ അതൊക്കെ മോനെ, അത് മാത്രം എനിക്ക് അത് കേൾക്കാത്ത പോലെ തോന്നി. അതിൽ പായുണ്ടെങ്കിൽ ഓക്കെയാണ്, നല്ലതാ കേട്ടോ. നമുക്ക് വിരിച്ചെങ്കിലും കിടക്കാമല്ലോ പായുണ്ടെങ്കിൽ. മക്കളെ, അതേ ഉള്ളൂ കേട്ടോ. ഇതൊരു അതിമനോഹരമായിട്ടുള്ള പാട്ട് മക്കളെടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. കാരണം ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചങ്കിനോട് അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പം അതിലും കുറേ സന്തോഷം. മക്കൾ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്ദി സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ, മെബിനെ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഓ, അവന് സമാധാനമായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടായത് ഈ സിനിമയത് സ്പിരിറ്റ്. സ്പിരിറ്റ് ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഗംഭീര സിനിമയാണ്. അതിലെ മറ്റേ സോങ് മഴ കൊണ്ട് മാത്രമുള്ള, അത് ഞാനിക്ക് ഒരുപാട് തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ, ഇവൻ തന്നെ പാടിയത്. അതെ, അതുപോലെ മറ്റേ പാട്ടില്ലേ, ഈ ചില്ലയിൽ നിന്ന് ഭൂമിതൻ കൗമാരകാലത്തിലേക്ക് പറക്കാ. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് മോനെ. നല്ല സെലക്ഷൻ. എന്താ പറയാ, പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. പക്ഷേ അതെ, അങ്ങോട്ട് മനസ്സിലോട്ട് എടുക്കാൻ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു പാട്ടാ. നമുക്ക് അങ്ങനെ അങ്ങ് പെട്ടെന്ന് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നില്ല. നല്ലൊരു പാട്ടാണെങ്കിൽ പോലും അതിന്റെ വരികൾ കാരണം നമുക്ക് ഇച്ചിരി ഒരു സ്ട്രെയിൻഡ് ആണ് കുറച്ച്. പിന്നെ ശരത്തേട്ടൻ പാടിച്ചു, ആ പോർഷൻസ് ഒക്കെ ആയിരുന്നു എനിക്കും മെയിനായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ മോനെ, ഇങ്ങനത്തെ കവിതകൾ പാടുമ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ വാക്കുകൾക്ക് ഒരിത് കൊടുക്കാം. അതായത് മോൻ്റെ ശബ്ദം ഇപ്പോൾ ഒരു ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലും കൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡെപ്ത് ആയിട്ടുള്ളൊരു വോയിസ് വരുമ്പം ആ വാക്കുകളുടെ ഡെപ്ത് കുറച്ചുകൂടി കിട്ടും. അത് മാത്രമേ ഉള്ളൂ എനിക്കിതിൽ മിസ്സിങ് ആയത്. കുറച്ചും കൂടി വേർഡ്സ് ഒന്ന് എത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ആ ഓരോന്നും നമുക്ക് എഴുതി എടുക്കാൻ പറ്റണം ഒരു കവിത പാടുമ്പോൾ. അപ്പം നീ കുറച്ച് മെലോ ആയിട്ടാണ് പാടിയത്, വളരെ മെലോഡിയസ് ആയിട്ടാണ് പാടിയത്. ഇറ്റ് വാസ് ഗുഡ് ഓൺലി. പക്ഷെ ഇങ്ങനത്തെ പാട്ടിൽ പാടുമ്പോൾ കുറച്ച് നമുക്ക് വാക്കുകൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാം കേട്ടോ. ഓക്കെ സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷനിക്ക, മെബിനെ എന്താ സർ? ഉഗ്രൻ സോങ് സെലക്ഷൻ. താങ്ക് യു സർ. ഒരു ഭയങ്കര പാട്ട്. അത് ഈ ആദ്യത്തെ 2 വരി, മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞാൽ പോലും നമ്മളുടെ ഉള്ള് ഇങ്ങനെ പിടയ്ക്കും. അത്രയും ഒരു എന്താ പറയാ, ഒരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ആക്ച്വലി ആകെ നിന്റെ ഗന്ധമുണ്ടാകുവാൻ എന്ന് മാത്രം, അതിൻ്റെ താഴെ മാത്രമേ ഞാൻ വരയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ആ പാട്ടിനകത്തായിരുന്നു. കാരണം ഓരോ വരിയും ഈ എന്താ പറയുക, നമ്മളെ പേടിപ്പെടുത്തുന്ന വരികൾ കൂടിയാണല്ലോ. അതായത് ഇന്ന് കാണുന്ന ആളെ നാളെ കാണുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കണം അല്ലേ. പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ വന്നിട്ട് ഇന്നയാള് മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ കേട്ടോണ്ടിരിക്കണം. ആ കാലത്താണ് നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് എന്തോ ഇത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഒരു വല്ലാത്ത വൈബ് ഈ ഒരു പാട്ടിന്. നന്നായിട്ട് തന്നെ മുമ്പ് പാടി, ഒന്നും പറയാനില്ല. എനിക്കിപ്പോഴും ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കണേ. അത് ഒന്നാമത് ഈ ലിറിക് ഷീറ്റ് കൂടെ കൊണ്ടുവച്ച് അത് വായിച്ചപ്പോൾ തന്നെ ആകെ തകർന്നു പോയി. കാരണം പെട്ടെന്ന് നമ്മുടെ വീട്ടുകാരുടെ മുഖങ്ങളൊക്കെ മുമ്പിൽ വന്നു. അപ്പോ നന്നായിട്ട് തന്നെ പാടിയിട നീ, നന്നായിട്ട് തന്നെ പാടിയിട. ഓൾ ദ ബെസ്റ്റ്. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രം, ബാക്കി റെസ്റ്റ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇത്തിരി ആശ്വാസം ഉണ്ടല്ലേ? എന്നാലും കുറച്ച് നന്നായി പാടാൻ പറ്റിയില്ലേ ലാസ്റ്റ് ടൈമിനൊക്കെ? ഓക്കെ, നമുക്ക് ചോദിക്കാം.
ശരത് സർ, യെസ്. മാർക്ക്. ഇല്ല, ഞാൻ ഈ പാറു ഈ പാട്ട് ഇപ്പോഴും അതെന്നെ ഇങ്ങനെ മനസ്സിൽ കിടക്കുക. അതിങ്ങനെ കടന്ന് ഉരുണ്ടോന്നിരിക്കും. ഞാൻ പല തമാശ സന്ദർഭങ്ങളും ഒന്ന് ആലോചിച്ചെടുത്ത് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. അപ്പൊ അതിങ്ങനെ ഉരുണ്ട് കളിക്കുക. പാറു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഈ മരണം എന്ന് പറയുന്നത് ഒരു രംഗബോധവും ഇല്ലാത്ത ഒരു കോമാളിയാന്ന് പറയും. എപ്പം കയറി വരണമെന്നൊന്നും അറിഞ്ഞുകൂടാതെ ഇങ്ങ് കയറി വരും. നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം എല്ലാവരും, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞത്, ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു നീർക്കുമിളയുടെ അത്രയും ഉള്ള അതിന് ദൈർഘ്യം. ആ സമയത്ത് സ്പർദ്ധയും ഇങ്ങനെയുള്ള വെറുതെ കുശുമ്പും ഉന്നാമയും വെച്ച് പുലർത്താതെ സന്തോഷം പകർത്താൻ ശ്രമിക്കുക. നമ്മൾ പോയി കഴിയുമ്പോഴും നമ്മളെക്കുറിച്ച് ഓർക്കുന്ന നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും അവന്. ഡെഫിനറ്റായിട്ട് ഓരോന്ന് എണ്ണി 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 പറയും. അതുകൊണ്ടാണ് പല മനുഷ്യരും ഇപ്പോഴും അവർ മരിച്ച 100 വർഷമായെങ്കിൽ ഇപ്പോഴും അവർ നമ്മളിലൂടെ ഒക്കെ ജീവിക്കുന്നത് അവർ ചെയ്ത നന്മ കൊണ്ടാണ്. അപ്പം എല്ലാവരും നന്മ ചെയ്യുക, നന്മ മാത്രം ചിന്തിക്കുക. മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ദൈവമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന സന്തോഷം ലോകത്ത് സമ്മാനിക്കാൻ ശ്രമിക്കുക. അതേ ഉള്ളൂ ഈ ഒരു പാട്ട് എനിക്ക് കേട്ടപ്പം ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞതാ മോൻ, കേട്ടോ. അപ്പൊ മക്കളെ, കുഞ്ഞിന് ഞാൻ 8.8 മാർക്സ് തരാം. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ 8.9. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ഓക്കെ ഓക്കെ. സോ ടോട്ടൽ 17.7. ഗുഡ്. അടുത്ത ഒരു റൗണ്ടും കൂടെ ഇല്ലേ, അപ്പൊ അത് നന്നായി സ്കോർ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.